ഹലോ ഡിയേഴ്സ്, അങ്ങനെ 2 മാസത്തെ വെക്കേഷന് ശേഷം നാളെ സ്കൂളിലേക്ക് പോവുകയാണ് എല്ലാവരും. അപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് പുതിയ മാറ്റങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് SSLC എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നുണ്ടാവും SSLC ഭയങ്കര ഹൈപ്പായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് ഫൈനലി നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ ടീച്ചേഴ്സും ഇനി നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനെ എല്ലാം കിട്ടാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ നിങ്ങൾ എന്ത് പഠിച്ചു അല്ലെങ്കിൽ എന്ത് മാർക്ക് നിങ്ങൾ നേടി എന്നതൊന്നും ഇനി ആരും ജഡ്ജ് ചെയ്യില്ല. SSLC നിങ്ങളുടെ 10th തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, നിങ്ങളുടെ ആദ്യത്തെ എക്സാം ഓണ പരീക്ഷയ്ക്ക് നിങ്ങളുടെ മാർക്ക്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് പരീക്ഷയ്ക്ക് തന്നെ നല്ലൊരു സ്കോർ നേടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. എന്ന് മുതൽ പഠിച്ചാൽ ജൂൺ 1 മുതൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഒന്നാമത് നിങ്ങളിപ്പോൾ റിസൾട്ടുകൾ, നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ SSLC പാസ്സായവരുടെ റിസൾട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഫുൾ A+കളുടെ എണ്ണമൊക്കെ നേരെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹൈസ്കൂളിലായാലും +2ന്റെ ഒക്കെ റിസൾട്ട് മൊത്തത്തിൽ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാല്യുവേഷനൊക്കെ അത്ര ലിബറൽ ആയിരിക്കില്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ള വാല്യുവേഷനാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ പോലെ ടെക്സ്റ്റ് മാറ്റിയതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടി കൂടിയ സിലബസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺസെപ്റ്റ് അത്രത്തോളം ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മാറ്റി ചോദിച്ചാലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനി ഫുൾ A+ ഒക്കെ നേടാന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു SSLC ഈ ഒരു വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും ഫുൾ A+ തന്നെ നേടണം. അപ്പോൾ അത് തന്നെയായിരിക്കണം നിങ്ങളുടെ തുടക്കം തൊട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങളെ ഗംഭീരമായിട്ട് പഠിപ്പിക്കാൻ നമ്മുടെ MS സൊല്യൂഷൻ ഒരുക്കുന്ന ബാച്ചാണ് RMS ബേസ് ബാച്ചും അതേപോലെ നമ്മുടെ മെയിൻ ബാച്ചും. ഈ ഒരു ബാച്ചിലൂടെ എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ടും റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. നമ്മുടെ ഓൾറെഡി ബാച്ചിൽ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ സിലബസ് അത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് സൊല്യൂഷൻസും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാനുള്ള പാറ്റേൺ ഒക്കെ, അപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ പ്രീമിയം ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ഇംപ്രൂവ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഒരു മെന്റർ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് കറക്റ്റായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. സോ മക്കൾ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷനൊക്കെ ഉറപ്പാക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.